ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല നിറം കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ലതായി വളരാനും ഉള്ളൊരു ഹെന്ന പായ്ക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പായ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കറുപ്പ് നിറം കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഹെന്ന തയ്യാറാക്കാനായിട്ട് തേയിലവെള്ളം തിളപ്പിച്ച് അതിനുശേഷം അത് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട്. തേയിലവെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടിയുടെ വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാം. ഇത് നമുക്ക് മുടിക്ക് നല്ലൊരു കളറ് കിട്ടാൻ കൂടിയാണ്. അതിനുശേഷം ഹെന്ന തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാത്രം വേണം. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ പാത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പായ്ക്ക് നല്ല കളറോടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിൽ നമുക്ക് പായ്ക്ക് തയ്യാറാക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് നല്ല കളറോടുകൂടി നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഹെന്ന പൗഡർ യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഒരു 50 ഗ്രാം ഹെന്ന പൗഡർ ചെറിയ പാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ ബ്രഹ്മിയുടെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബ്രഹ്മിയുടെ പൗഡർ നമുക്ക് ഇട്ട് കൊടുത്താൽ മുടിക്ക് നല്ലൊരു വളർച്ചയും അതുപോലെ മുടിക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു 1 ടീസ്പൂൺ ബ്രഹ്മി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തിയുടെ പൊടിയാണ്. ചെമ്പരത്തി പൂവിൻ്റെ പൊടി ഒരു 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടുകയും മുടി വളരാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തേയിലവെള്ളം ചേർത്ത് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1 ഗ്ലാസ് തേയിലവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതൊഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് ഇളക്കി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ തേയിലവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ തലയിൽ തേക്കാനുള്ള പായ്ക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഓവർനൈറ്റ് ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം നമുക്ക് എപ്പോഴാണോ പുരട്ടേണ്ടതിൻ്റെ തലേ ദിവസം ഇത് തന്നെ കലക്കി വെക്കണം, പിറ്റേ ദിവസം എടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം ഞാനത് പിറ്റേ ദിവസത്തേക്ക് തുറന്ന് നോക്കിയപ്പോൾ നമുക്ക് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരുമ്പ് പാത്രത്തിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല കളറോടെ നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുടിക്കൊരു ബ്ലാക്ക് കളർ നല്ലോണം കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇൻഡിഗോ പൗഡർ ഹെന്ന പായ്ക്കും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പം ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം ഞാനിത് തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് ഈ പായ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കയ്യിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ തലയോട്ടിലേക്ക് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമുക്ക് എവിടെയൊക്കെയാണോ നരയൊക്കെ ഉള്ളത് അവിടെയൊക്കെ നല്ലോണം തേച്ച് കൊടുത്ത് 2 മണിക്കൂർ ഓളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തലയിൽ വെക്കണം. അപ്പം ഞാനിത് തലയുടെ സൈഡിലും തലയോട്ടിയിലും ഒക്കെ നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുക്കുകയാണെങ്കിൽ മുടി നല്ലോണം വളരുകയും ചെയ്യും. അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടുകയും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ പായ്ക്കിന് മറ്റ് സൈഡ് എഫക്റ്റോ നല്ല അലർജിയോ ഒന്നും ഉണ്ടാകത്തില്ല. മുടി നല്ലോണം വളരുകയും നമ്മുടെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ തലയോട്ടിൽ എൻ്റെ സൈഡിലൊക്കെ നല്ലോണം നരയുള്ളത് കാരണം അവിടെ നല്ലോണം ഞാനിത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ മാത്രം ഇത് വെച്ചാൽ മതി. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഞാൻ തല ഫുള്ള് ഈ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കവറിട്ട് തല ഫുള്ള് പായ്ക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് തലയിലും മുടിയിലെല്ലാം കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഇത് കഴുകി കളഞ്ഞ ശേഷമുള്ള റിസൾട്ട് നോക്കാം. അപ്പം ഞാൻ മുടി ഇപ്പം നല്ലോണം വാഷ് ചെയ്ത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള നരകളൊക്കെ നല്ല കളർ വ്യത്യാസം മതി. നല്ല ബ്ലാക്ക് കളറ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഷാമ്പു ഉപയോഗിച്ച് ഒരിക്കലും കഴുകരുത്. സാധാ തണുത്ത വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കുക. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്